ഹലോ ഗായ്സ്, അപ്പോൾ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ എപ്പിസോഡ് 3ലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. മൈൻക്രാഫ്റ്റിൽ നമ്മൾ ഇന്നലെ എൻ്റെ വീടൊക്കെ പണിയാന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ വീട് ഞാൻ ഇവിടുന്ന് പൊളിച്ചു, ഞാൻ എൻ്റെ സ്റ്റാർട്ടർ ബേസ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ വീട് വെക്കാനാണ് പ്ലാൻ. നമ്മുടെ ഇന്നത്തെ ഗോള് നമ്മളാണെങ്കിൽ ഒരു വീറ്റ് ഫാം വെക്കണം, റിച്ച് വുഡ് പൊട്ടിച്ചുകൊണ്ട് വരണം, പിന്നെ നമ്മുടെ വീട് വെക്കണം. ഇതാണ് നമ്മുടെ ഗോൾസ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രിയായി ഗൈസ്. അപ്പോൾ നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം. നമ്മുടെ അത്ര ഫുഡൊന്നും ഇല്ല. ഞാനിവിടെ അവിടുന്ന് കൊണ്ടുവന്ന സാപ്ലിംഗ് ഒക്കെ വെച്ച് ഇവിടെ ഒരു ഫാം ഉണ്ടാക്കിയായിരുന്നു. നമ്മുടെ ഇത്രയും ഫുഡുണ്ട്. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന നമുക്കൊരു ഫാം പണിയാന്നുള്ളതാണ്. വീറ്റ് ഫാം ഗൈസ്. വീറ്റ് ഫാം നമുക്കൊന്ന് പെട്ടെന്ന് പണിയാം ഗൈസ്. അപ്പോൾ നമ്മൾ വീറ്റ് ഫാം പണിയാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു. സീഡ് വേണം. അവിടെ ക്രീപ്പർ ഉണ്ടല്ലോ, കഴിഞ്ഞ ഇടിയിൽ ക്രീപ്പർ മുട്ടാൻ പോയിട്ട് ഓർമ്മയുണ്ട്. അതുകൊണ്ട് വേണ്ട, ക്രീപ്പർ അവിടെ കിടന്ന് ഡീസ്പോൺ ആയിക്കോളും. അവിടുന്ന് അങ്ങോട്ട് മാറി ഇപ്പം ക്രീപ്പർ ഡീസ്പോൺ ആയിക്കോളും. ഇച്ചിരി കൂടെ മാറാം. പോയെന്നോ തോന്നുന്നവൻ. ഇല്ല കേസ്, അവിടെ തന്നെ ഇപ്പം ഉണ്ട്. അവൻ നമുക്കൊരു ഭീഷണിയാകുമോ? എന്നാൽ കുറച്ചും കൂടെ അങ്ങോട്ട് മാറിയിരിക്കാം. അവനപ്പോൾ അവിടെ നിന്ന് ഡീസ്പോൺ ആയിപ്പോൾ ആ സമയത്ത് നമുക്ക് ഇവിടുന്ന് സീഡ് എടുക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് 10 എണ്ണം കിട്ടി ഗൈസ്. 10 എണ്ണമൊക്കെ ധാരാളം. നമുക്കിനി എവിടെ പോയിട്ട് ഫാം ഉണ്ടാക്കാം. അവിടെ പോയി ഡീസ്പോൺ ആയെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ഇന്ന് കഴിഞ്ഞ വീഡിയോ അവസാനിച്ചപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് കുറച്ച് ഗ്രൈൻഡിങ് പണിയൊക്കെ ചെയ്തായിരുന്നു. പോയി നോക്കാം ക്രീപ്പർ ഡീസ്പോൺ ആയി പോയോന്ന്. നമുക്ക് എങ്ങോട്ടുണ്ടാക്കുന്നതായിരിക്കും ബെറ്റർ. നമുക്ക് അവിടെ ഒരു സ്ഥലം ഉണ്ടാക്കി ഗൈസ്. അവിടെ നമുക്ക് ഒരു ഫാമൊക്കെ പണിയണമെന്നൊക്കെ ഉണ്ട്. ഇവിടോട്ട് പണിയാം. ഇതായിരിക്കും ഇച്ചിരി കൂടെ ബെറ്റർ സ്ഥലം ഗൈസ്. അപ്പോൾ നമ്മളൊരു ചെറിയ ഫാമും കൂടെ പണിഞ്ഞിട്ടുണ്ട്. ഇത് വളരുമായിരിക്കും. ഇപ്പോൾ ഈ ഗോൾ നമ്മൾ കംപ്ലീറ്റ് ആക്കി. കുറേ ഒരു ബ്രിഡ്ജ് ഫോറസ്റ്റ് നമ്മൾ കണ്ടായിരുന്നില്ലേ ഗൈസ്. ആ ഫോറസ്റ്റിൽ പോയിട്ട് നമുക്ക് കുറച്ച് ബ്രിഡ്ജ് വുഡ് കൊണ്ടുവരണം. നമുക്ക് കുറച്ച് ഫുഡും കൊണ്ട് പോകണം, അല്ലെ സീനാകും ഗൈസ്. അപ്പോൾ ഇതെല്ലാം ചൂടാകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മിണ്ടിയും പറഞ്ഞു ഇരിക്കും. എന്നാക്കെ ഉണ്ട്, സുഖമല്ലേ? ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ അത്യാവശ്യം ഉണ്ടാക്കി. പിന്നെ വേണ്ട നമുക്കൊരു ബെഡാണ്. നമുക്ക് ബെഡ് ഉണ്ടാക്കിയെടുക്കാം. വീണ്ടും നമ്മൾ ബ്രിഡ്ജും തപ്പിപ്പോയിട്ട് നമുക്ക് ഡാർക്ക് വുഡ് ആണല്ലോ കിട്ടിയത്. നമുക്ക് ബ്രിഡ്ജ് മതി. ഡാർക്ക് വുഡ് എന്നത് കോർഡിനേറ്റ്സ് ഞാൻ ഓർത്ത് വെച്ചേക്കാം ഗൈസ്. നമുക്കൊരു ബ്രിഡ്ജ് ഫോറസ്റ്റ് കിട്ടി ഗൈസ്. ഇത് ബ്രിഡ്ജ് ഫോറസ്റ്റ് തന്നെ അല്ലേ? അതെ ഗൈസ്. ഇവിടെ വെച്ചങ്ങാണ്ട് നമ്മൾ ചത്തത് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറേ വെട്ടിക്കൊണ്ട് പോകാം. ഞാൻ അപ്പോൾ വെട്ടിക്കഴിയട്ടെ ഗൈസ്. ഈ സ്ഥലം ഓർമ്മയുണ്ടോ? എന്റെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ഥലം ഓർമ്മ വരും. ഗൈസ്, ഞാൻ മരം വെട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു ഗൈസ്. അപ്പൊ പെട്ടെന്ന് മരത്തിന്റെ പുറകിൽ നിന്ന് ഒരു ക്രീപ്പർ വന്ന് പൊട്ടിത്തെറിച്ചു. ഈ വേൾഡ് നിറച്ച് മരണമാണ്. എന്തോ ചെയ്യാനാ, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകാനായിട്ട്. അത് അങ്ങ് ദൂരെയാണല്ലോ. ഡോൾഫിൻ വല്ലതും ഉണ്ടോന്ന് നോക്കാം. എന്നിട്ട് ഡോൾഫിന്റെ പുറത്ത് കയറി, പക്ഷെ ഡോൾഫിന്റെ കൂടെ പോകാം. അതായിരിക്കും നല്ലത്. ഞാൻ എത്ര നേരം ഏതാണ്ട് 3 സ്റ്റാക്കിനെ അടുപ്പിച്ച് ഞാൻ വെട്ടിക്കൊണ്ട് വന്നായിരുന്നു. അവിടെ കുറച്ച് ഡോൾഫിൻ ഉണ്ടല്ലോ. ഉണ്ട്. ചിലപ്പോ കിട്ടിയാലോ ബിരിയാണി എന്നെ കൂട്ടാതെ പോകുന്നു. ഓനോ, ഞങ്ങൾ രണ്ടുപേരും പെട്ട് ആ മണ്ടന്റെ കരയെ പോയി കയറി. അയ്യോ, അതേ ചാകം പോന്നു. ഞാൻ രസിക്കാം. ഓ ഗൈസ്, അങ്ങനെ ഞാൻ ഈ വേൾഡിൽ ആദ്യത്തെ ഒരു ജീവിയെ രക്ഷിച്ചിരിക്കുന്നു. അത് ഡോൾഫിനാണ്. കണ്ട, അതിന്റെ നന്ദി പോലും ഇല്ല. അവിടെ കിടന്ന് കറങ്ങി കളിക്കുക. അപ്പൊ എന്നെ ക്രീപ്പർ കൂട്ടി എന്റെ കൂടെ പോയോ? അത് പറഞ്ഞൂടാ. ഉണ്ട് ഗൈസ്. എല്ലാം ഒന്നും ഇല്ലെങ്കിലും ആവശ്യമുള്ള എല്ലാം ഉണ്ട്. അയ്യോ, എൻ്റെ പോർക്കാച്ചോപ്പ് അവിടെ കിടക്കുന്നു. ഇത്രയും കഷ്ടപ്പെട്ട ഏതെങ്കിലും യൂട്യൂബർ ഈ ലോകത്തുണ്ടോ ഗൈസ്? നമ്മുടെ ആക്സ് പൊട്ടി ഇതും കിട്ടി. നമുക്ക് ഇത്രയൊക്കെ മതിയാകും. ഇല്ല പോലെ നമുക്കൊരു ബ്രിഡ്ജും പോട്ടെ. ഒരു ഡാർക്ക് വുഡ് സാപ്ലിങ്ങും കൂടെ കൊണ്ടുപോകാം. ഒരു ബ്ലോക്ക് അവിടെ പറന്നിരിക്കുന്നു. ഏതോരത്തന്നെ ഇവിടെ സ്കൈ ബ്ലോക്ക് കളിച്ചോണ്ടിരിക്കുവായിരുന്നു. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ വീഡിയോ വെക്കുന്ന ഒരു ടൈം ലാപ്സ് കണ്ടിട്ടോ. അതിനു മുമ്പ് നിങ്ങളൊരു ബ്ലാക്ക് സ്ക്രീൻ കാണുന്നുണ്ടോ? അത് വെറും ബ്ലാക്ക് സ്ക്രീൻ അല്ല, അതാണ് നമ്മുടെ റീപ്ലേ മോഡ്. നമ്മളെ റീപ്ലേ മോഡ് ചതിച്ചു ഗൈസ്. ഞാൻ എടുത്ത എല്ലാ റീപ്ലേ മോഡും പറ്റിയില്ല. ഞാനൊരു മോഡ് കയറ്റി വെച്ചേക്കുമായിരുന്നു. അത് ഓണാക്കി റെക്കോർഡാക്കി ലാസ്റ്റ് നോക്കുമ്പോൾ അത് ബ്ലാക്ക് സ്ക്രീൻ മാത്രമേ ഉള്ളൂ. നമ്മൾ വീടുണ്ടാക്കി. കണ്ടോ, ഇതാണ് നമ്മുടെ വീട്. മനോഹരമായ വീടല്ലേ? അകത്തുമുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ 2 വാതിലുണ്ട്. പക്ഷെ വാതിൽ ഞാൻ വെച്ചിട്ടില്ല. അടുത്ത എപ്പിസോഡ് വെക്കാം. ഇവിടെ നമ്മുടെ അടുക്കളയും പിന്നെ ഇരിക്കാനുള്ള സംഭവമൊക്കെ. ഇവിടെയാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്. ഇവിടെ എന്തെങ്കിലുമൊക്കെ വെക്കണം, നമ്മുടെ വാല്യൂബിൾ ആയിട്ടുള്ള ഐറ്റംസ്. ഇവിടെ നമ്മുടെ ആറ്റിക്ക്, നമ്മുടെ മറ്റേ സ്റ്റോറേജിന് നമുക്ക് ഇവിടെ നിന്ന് എല്ലാം കാണാനൊക്കെ പറ്റും. ഇത് എൻ്റെ ഐഡിയ അല്ല, ഒരു മണ്ടന്റെ സ്റ്റൈലാണ് ഗൈസ് ഈ വീട്. ആരാന്ന് ഞാൻ പറയുന്നില്ല, വേണേ ഞാൻ പറയാം. ഞാൻ തന്നെയാണ് ഗൈസ്. 1-2 വർഷമായിട്ട് ഈ വീട് തന്നെയാണ് എപ്പോഴും വെച്ചോണ്ടിരിക്കുന്നത്. അതിന്റെ ഇച്ചിരി കൂടെ മോഡിഫൈഡ് വീടാണിത്.
ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വീടിനൊന്നും ആറ്റിക്കൊന്നുമില്ലായിരുന്നു. നമ്മൾ അടുത്ത വീഡിയോയിൽ എന്തായാലും ഇതിനകത്ത് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്ര ഉള്ളു ഗൈസ്. അപ്പോൾ വീഡിയോ ആണെന്ന് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ബൈ ബൈ.